ആത്മഹത്യാശ്രമം ഒരു അവസാന വാക്കല്ല. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ പലപ്പോഴും തകർന്നു പോകുമെന്ന് ധരിക്കുന്ന നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും. ഒരു ജീവിതകഥയുമായി സൂര്യകുമാർ നമ്മോടൊപ്പം. സൂര്യൻ ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാനൊരു ടി വി ടെക്നീഷ്യനാണ്. ജോലിയൊക്കെ ഭംഗിയായിട്ട് ചെയ്തു പോകും. വീട്ടിലാരൊക്കെ ഉണ്ട്? വൈഫ്, 2 കുട്ടികൾ, ആൺകുട്ടികൾ. കുട്ടികളൊക്കെ ഒരാൾ +2 പഠിക്കുന്നു, ഒരാൾ ഫാർമസി കോഴ്സിന്. ഓക്കെ. കുടുംബമൊക്കെ എങ്ങനെ പോകുന്നു? സന്തോഷമായിട്ട് പോകുന്നു. സൂര്യകുമാർ ഇപ്പം ഒരു വളരെ വിജയകരമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു. കുടുംബത്തിൽ സാന്ത്വനമൊക്കെ ഉണ്ട്. സൂര്യകുമാറിന്റെ ഇന്നലകളിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ, ഇന്നലകളിലേക്ക് പരിശോധിക്കുമ്പോൾ ആത്മഹത്യയുമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ജീവിതം അർദ്ധശൂന്യം വേണോ വേണ്ടയോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴായിരുന്നു അങ്ങനെ ഒരു ചിന്ത ആദ്യം ജീവിതത്തിൽ ഉണ്ടാകുന്നത്? അത് എൻ്റെ വിവാഹം കഴിഞ്ഞ് മാരേജിന് ശേഷമായിരുന്നു. എത്ര വയസ്സാവും? ഇപ്പോഴൊരു 28 വയസ്സ്. 28 വയസ്സ്. അങ്ങനെ ഒരു 3 പ്രാവശ്യം വരെ ശ്രമിച്ചിട്ടുണ്ട്. ഈ 28 വയസ്സിൽ ആദ്യമായിട്ട് ഇങ്ങനെ സൂര്യകുമാർ ഇങ്ങനെ ചിന്തിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? സാമ്പത്തിക പ്രതിസന്ധികൾ. അന്ന് സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നു. മദ്യപാനം ഉണ്ടായിരുന്നു. അത് ഒന്നാം ഘട്ടമാണത്. അതിന്റെ ഒരുവിധം നല്ല രീതിയിൽ ഭേദപ്പെട്ട നിലയ്ക്ക് കഴിക്കുമായിരുന്നു. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി അതിന്റെ കൂടെ ഉണ്ടായി. മദ്യപാനം തുടങ്ങിയപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയും കൂടി. എന്നിട്ട് കുടുംബമായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വൈഫായിട്ടൊക്കെ? കുടുംബമായിട്ടും അത് പ്രശ്നങ്ങളായിരുന്നു വീട്ടിൽ. എന്താ പ്രശ്നം? കാരണം അത് വൈഫ് പ്രശ്നം ഉണ്ടാക്കുന്നതായിരുന്നു, അത് സൂര്യകുമാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു? നിങ്ങൾ രണ്ടുപേരും അല്ല മദ്യമാണോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? ഞാൻ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം മദ്യപിച്ച് കഴിയുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ്. സ്വബോധം ഇല്ലാതെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രശ്നമൊക്കെ ഉണ്ടായപ്പം സൂര്യകുമാർ ജീവിക്കണോ വേണ്ടോ എന്നുള്ള ചിന്തയുണ്ടായി. ശ്രമിച്ചു. 28ാമത്തെ വയസ്സ് എന്ത് ചെയ്തു? അന്ന് പോയിസൺ കഴിച്ചായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? മെഡിക്കൽ കോളേജിൽ കിടന്നു. 17 ദിവസം വരെ ഓർമ്മയില്ലാതെ കിടന്നു. ആദ്യത്തെ പ്രാവശ്യം 17 ദിവസം കിടന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ടോ പിന്നെ എങ്ങനെ പോയി ജീവിതത്തിൽ? പിന്നെയും ഇതുപോലെയൊക്കെ തന്നെ. വീണ്ടും മദ്യപാനമൊക്കെ ഉണ്ടായി. പിന്നെയും കുടുംബ പ്രശ്നങ്ങൾ, ഭാര്യയുമായിട്ട് വഴക്കും മക്കാണവും ഉണ്ടായി. വീണ്ടും ശ്രമം ഉണ്ടായോ? വീണ്ടും ശ്രമം ഉണ്ടായി. അതെങ്ങനെയാ ശ്രമിച്ചത്? രണ്ടാമത് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. അല്ല സൂര്യ, ഞാൻ ചോദിച്ച കാരണം ഈ ഒരിക്കൽ ശ്രമിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, വയറ് കഴിവുന്നു, വൃത്തിയാക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ആയി കഴിയുമ്പോൾ വീണ്ടും പൊതുവായിട്ട് നമുക്കൊരു വിരക്തി, ഒരു ദേഷ്യം തോന്നത്തില്ലേ? ഒന്നും വേണ്ട, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതൊന്നും മാറണമെന്ന് തോന്നത്തില്ലയോ? അതപ്പോഴും തോന്നും. അത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മദ്യപിച്ച് കഴിയുമ്പോൾ സംശയങ്ങൾ ഉണ്ടാവുമല്ലോ. പല ചിന്തകളുണ്ടാവും. ഈ കാശ് കടം എങ്ങനെ വീടും. മദ്യപിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചു നേരത്തേക്ക് ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് പോകുമ്പോഴാണ് ഈ കെട്ടുവിടുമ്പോൾ ഇത് എന്തോന്ന് ജീവിതം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഈ പിന്നെ രണ്ടാമത് ശ്രമിച്ച ഏത് വയസ്സിലാണ്? അത് 28ാമത്തെ വയസ്സിലാന്ന് പറഞ്ഞു. രണ്ടാമത് ശ്രമിച്ചിട്ട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞു. ഓക്കെ. അത് ഇങ്ങനെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. വീണ്ടും രക്ഷപ്പെട്ടു. അതെങ്ങനെയാ പറ്റിയത്? അതിങ്ങനെ കണ്ട ഉടൻ തന്നെ പൊട്ടി. കയറ് സൂര്യനെതിരായിരുന്നു. കയറ് ആത്മഹത്യക്ക് കൂടെ നിന്നില്ല. എത്ര നല്ല കയറുകൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെക്കാളും നല്ല ഹൃദയം കയറിനുണ്ടോന്ന് തോന്നിപ്പോകുന്നു അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എത്ര വർഷത്തിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ശ്രമിച്ചായിരുന്നു. അത് ഏത് വയസ്സിലാവും? അത് കഴിഞ്ഞ് 1 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ശ്രമിച്ചായിരുന്നു. അതെങ്ങനെയായിരുന്നു സംഭവം? അതും പോയിസണാണ് കഴിച്ചത്. ഓക്കെ. എന്നിട്ട് എന്ത് പറ്റി? അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നമ്മളല്ലല്ലോ പോകുന്നത്, ആൾക്കാർ കൊണ്ടുപോവുകയല്ലേ. ആൾക്കാർ അറിഞ്ഞു പെട്ടെന്ന്? ഓക്കെ. സൂര്യൻ പറഞ്ഞതല്ല. അല്ല. പക്ഷെ അപ്പൊ ഈ ഓരോ പ്രാവശ്യം ശ്രമിക്കുന്നത് വളരെ ഗൗരവമായിട്ടായിരുന്നു. എന്തായാലും അവസാനിപ്പിക്കണം ധരിച്ചു. ഗൗരവമായിട്ടായിരുന്നു. ഓക്കെ. എങ്കിൽ ഇന്നിപ്പോ സൂര്യൻ ഈ സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഉണ്ടാവില്ലായിരുന്നു. സൂര്യൻ അസ്തമിക്കുമായിരുന്നു. അപ്പൊ വീണ്ടും പോയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ എത്ര കാലമായി? അത് ഹോസ്പിറ്റലിൽ നിന്ന് അത് വന്നതിന് ശേഷം പിന്നെ ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയി. ഒരു സുഹൃത്തിന്റെ പരിചയത്തില് പിന്നെ കൗൺസിലിങ്ങിനെ ഒരു ഡോക്ടറുമായിട്ട് സമീപിച്ചു. അദ്ദേഹം സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ വേണ്ടി എൻ്റെ ഒരു കസിൻ ബ്രദറിനെ തന്നെ ഏർപ്പാട് ചെയ്തു. അദ്ദേഹം എന്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറ്റി തന്നു, സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചു. അതും ഈ ഡോക്ടറുടെ കീഴിലായിരുന്നു. അദ്ദേഹം എന്നെ മാറ്റി. ചികിത്സയൊന്നും ചെയ്തില്ല. കൗൺസിലിങ്ങിലൂടെ നമ്മുടെ ഇപ്പം ഞാനിത് ചെയ്യാൻ പാടില്ല എന്ന് വേറൊരു വ്യക്തി പറയുന്നതും ഒരു ഡോക്ടർ പറയുന്നതും രണ്ടാണല്ലോ. ഡോക്ടർ പറയുമ്പോൾ നമ്മൾ
പ്രത്യേകിച്ച് അത് ഉൾക്കൊള്ളാണ്ടായിരുന്നു. ആ നിലയ്ക്കൊരു മാറ്റം സൂര്യനുണ്ടായി. ഉണ്ടായി. ഓക്കെ. ജീവിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം എന്നൊരു മാറ്റം ഉണ്ടായി. ഓക്കെ. ഇപ്പം ഇങ്ങനെ ഒരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ ഇപ്പം ആത്മഹത്യ ചെയ്യണം തോന്നിക്കഴിയുന്ന ആ നിമിഷം മനസ്സെങ്ങനെയായിരിക്കും? പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഇങ്ങനെ ശ്രമിക്കുന്ന പല ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളത്, ഒരു കറുത്ത കർട്ടൻ വീഴുന്ന പോലെയായിരിക്കും, വേറെ ഒന്നും ചിന്തിക്കുന്നില്ല ആ നിമിഷം. അത് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുമ്പോഴത്തേക്കും നമ്മളെ ഭാര്യ ഉണ്ടെന്നോ കുഞ്ഞുങ്ങളുണ്ടെന്നോ ഒന്നും തോന്നില്ല. ആ ചിന്തയൊന്നും വരത്തില്ല. ഇല്ല. ഈ കർട്ടൻ വീഴുമാരിയൊന്നും എനിക്ക് തോന്നിയില്ല. എന്താ തോന്നുന്നത് ശരിക്കും? ഒരു നശിച്ച ലോകം, ഇത് വേണ്ട, ഈ ജീവിതം അങ്ങ് നശിപ്പിച്ച് കളയാം എന്ന് തോന്നും. അപ്പോൾ ചുരുക്കത്തിൽ മറ്റുള്ള ഈ സമൂഹത്തോട് സൂര്യന് പറയേണ്ട ഒരു മെസ്സേജ്, സന്ദേശം എന്താണ് ഇതിനെക്കുറിച്ച്? സമൂഹത്തിനോട് പറയാനുള്ളത്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പരിഹാരമല്ല. അല്ല. പ്രശ്നങ്ങളില്ലാത്ത ജനങ്ങളില്ല. ഇല്ല. എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളിലൂടെ ഒഴുകി മുന്നോട്ട് അതിജീവിച്ച് മുന്നോട്ട്. സാമ്പത്തികം ഉണ്ടെങ്കിലും പ്രശ്നമാണ്, ഇല്ലെങ്കിലും പ്രശ്നമാണ്. ഓക്കെ. മദ്യപിച്ചാലും പ്രശ്നമാണ്, മദ്യപിച്ചില്ലെങ്കിലും പ്രശ്നമാണ്. റൈറ്റ്. നല്ല സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടുക, നല്ല സൈക്കാട്രിസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ ഷെയർ ചെയ്ത് അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ട് മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങൾ നമുക്ക് ഇതൊരു അസുഖം എന്ന് പറയാൻ പറ്റത്തില്ല. ആത്മഹത്യ സ്വസ്ഥമായി ജീവിച്ച് മുന്നോട്ട്. സ്വസ്ഥമായിട്ട് ജീവിച്ചു. ഓക്കെ. നമ്മളിവിടെ സൂര്യകുമാറിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. സൂര്യൻ അസ്തമിക്കുന്നില്ല, സൂര്യൻ ഉദിക്കുന്നു. സൂര്യൻ ഉദിച്ചു മാത്രമല്ല, സൂര്യന്റെ പ്രഭ വളരെ കൂടുതൽ മുന്നോട്ട് നിൽക്കുന്നു. ആത്മഹത്യ ചിന്തകളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു ലിവിങ് എക്സാമ്പിളായി സൂര്യകുമാർ നമ്മോടൊപ്പം ഉള്ളപ്പോൾ സൂര്യകുമാറിനെ തന്നെ ഒരു സന്ദേശമായി നമ്മുടെ സമൂഹം സ്വീകരിക്കട്ടെ.